Hi everyone, welcome to another video of Cost Accounting. ഇന്ന് ഈ വീഡിയോയിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ കോസ്റ്റ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് സെർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ ഇൻഡസ്ട്രി ടു അനദർ ഇൻഡസ്ട്രി. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റൊരു ഇൻഡസ്ട്രി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഓരോ ഇൻഡസ്ട്രിയിലും അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദി അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആർ നോർമലി ക്ലാസിഫൈഡ് ഇൻ ടു 2 മേജർ കാറ്റഗറീസ്. അപ്പോൾ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെ 2 മേജർ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. In other words, methods of costing that is classified into 2 main categories. That is first one is job costing and second one is process costing. അപ്പോൾ methods of costing നെ നമ്മൾ 2 മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ഓർ മെയിൻ കാറ്റഗറി ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. ഈ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിനെ തന്നെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ പെർട്ടിക്കുലർ ഓർഡർ അനുസരിച്ചിട്ട്, അതായത് ഒരു കസ്റ്റമറിൻ്റെ സ്പെസിഫിക് ഓർഡറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് മാത്രം ഫൈനൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്പെസിഫിക് ഓർഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സ്പെസിഫിക് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ആ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. അപ്പോൾ ഈ സ്പെസിഫിക് ഓർഡറിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നതും സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ഒരു സ്പെസിഫിക് ഓർഡറിനെയാണ് നമ്മളൊരു പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ മറ്റെല്ലാ മെത്തേഡ്സും ദാറ്റ് ഈസ് ഓൾ അതർ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ വേരിയേഷൻ ഓഫ് ദീസ് 2 methods. Okay, so these are the 2 basic methods of costing. That is first one is job costing and second one is process costing. That is also known as specific order costing and operation costing. Then what is specific order costing? Specific order costing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one of the important methods of costing ആണ്. Then ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഓർഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഒരു സ്പെസിഫിക് ജോബ്, ഒരു വർക്ക് വിച്ച് ഈസ് നോർമലി ഇൻട്രസ്റ്റഡ് അപ്പോൺ ദി ഇൻഡസ്ട്രി. അപ്പോൾ ഒരു ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്പെസിഫിക് ഒരു പെർട്ടിക്കുലർ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജോബിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ജോബിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർഡറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ദി ജോബ്, ദെൻ കോൺട്രാക്ട്, ബാച്ച് ക്യാൻ ബി അസർട്ടൈൻ ടു ദി ട്യൂൺ ഓഫ് ദെയർ ഓൺ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, ഓരോ ജോബിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് അല്ലെങ്കിൽ ഓരോ വർക്കിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ്, അതേപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ്, ബാച്ചിൻ്റെ കോസ്റ്റൊക്കെ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിലാണ്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ
ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ ആയിരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്പറേഷനിലൂടെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ അവിടെ ഓരോ സ്റ്റേജിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് നമ്മൾ അസേർട്ടൈൻ ചെയ്യണം. സോ അങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മോർ അപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് പ്രൊഡക്ട്സ് വിച്ച് ആർ നോർമലി മാനുഫാക്ചേർഡ് ആസ് വെൽ ആസ് എക്സ്പെക്റ്റഡ് ടു കം അക്രോസ് മെനി സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ഓപ്പറേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷനിലൂടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമാണ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നത്? ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ജോബ് ഓർഡർ കോസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, തേർഡ് വൺ ബാച്ച് കോസ്റ്റിംഗ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് കോസ്റ്റിംഗ്, ദെൻ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആൻഡ് സർവീസ് കോസ്റ്റിംഗ്. ഇവിടെ ഈ ജോബ് ഓർഡർ കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും ബാച്ച് കോസ്റ്റിങ്ങും സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും സർവീസ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദി ടു മേജർ or main classification of methods of costing. Okay, then first one is job order costing. ഓക്കെ, അപ്പോൾ എന്താണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓർഡർ കോസ്റ്റിംഗ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജോബ് കോസ്റ്റിംഗ്. ഓക്കെ, സോ അണ്ടർ ജോബ് കോസ്റ്റിംഗ് costs are collected and accumulated for each job or work order separately. അപ്പോൾ ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ വർക്കിനും സെപ്പറേറ്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് കളക്ട് ചെയ്യുന്നതും കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതും for each job or work order separately. For each job or work separately. അപ്പോൾ ഓരോ ജോബിന് അല്ലെങ്കിൽ ഓരോ വർക്കിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കോസ്റ്റ് കളക്ട് ചെയ്യുന്നതും കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നതും. അപ്പോൾ ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോബിൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഓർ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. സോ ജോബ് ഓർഡർ കോസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ജോബിൻ്റെയും അല്ലെങ്കിൽ ഓരോ വർക്കിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 4 ജോബ് ഉണ്ടെങ്കിൽ 4 ജോബിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ് നമ്മൾ അസേർട്ടൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ജോബും എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ഈച്ച് ജോബ് ഈസ് എ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഓരോ ജോബും സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ആൻഡ് ഈച്ച് ജോബ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഈച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ. ഓരോ ജോബും അതായത് ഒരു ജോബ് മറ്റൊന്നിൽ നിന്ന് എപ്പോഴും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓർ സെപ്പറേറ്റ് നമ്മൾ അസേർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിറ്റർമിനേഷൻ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ജോബാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ജോബ് അതായത് ഒരു ജോബിൻ്റെ ടോട്ടൽ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രിൻറ്റിംഗ് വർക്ക്സിൽ, അതേപോലെ തന്നെ റിപ്പയർ ഷോപ്പിൽ, അതുപോലെ തന്നെ എൻജിനീയറിംഗ് വർക്ക്സ്, മെഷീൻ ടൂൾസ്, ഷിപ്പ് ബിൽഡിങ്, ഫേർണിച്ചർ മേക്കിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ഓർഡർ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു പെർട്ടിക്കുലർ ജോബാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഓരോന്നും ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് ഓർ ജോബ് കോസ്റ്റിംഗ്. ഓക്കെ, then second one is contract costing. A contract is a big job. Contract എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഗ് ജോബാണ്. അതായത് ഒരുപാട് ലോങ്ങർ ടൈം അല്ലെങ്കിൽ ലോങ് പീരിയഡ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബിഗ് ജോബിനെയാണ് നമ്മളൊരു പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ജോബ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ഷോർട്ട് പീരിയഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു ജോബ് കോസ്റ്റിങ്ങിൽ വരുന്ന ഒരു ജോബ് അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ലോങ്ങർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ബിഗ് ജോബായിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോങ്ങർ പീരിയഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബിഗ് ജോബാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ ജോബ് അല്ലെങ്കിൽ വർക്കിനെ പോലെ തന്നെ
കോൺട്രാക്റ്റ് എന്ന് പറയുന്നതും എന്താണ് ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ ആണ്. സോ അവിടെ ഓരോ കോൺട്രാക്റ്റിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അസേർട്ടൈൻ ചെയ്യണം. അപ്പോൾ ഓരോ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട്, ഓരോ കോൺട്രാക്റ്റിനും ഓരോ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ. And this method is used in construction type of industries such as building, roads, bridges, dams, etc. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, റോഡ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ ഡാം കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഈച്ച് കോൺട്രാക്ട് ഈസ് എ സെപ്പറേറ്റ് ജോബ്. അതേപോലെ തന്നെ ഓരോ കോൺട്രാക്റ്റിനും നമ്മൾ സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവിടെ നമ്മൾ അതിൻ്റെ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. Then a batch represents a group of similar products. അപ്പോൾ ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ പ്രൊഡക്ട്സ് ആണ്, ഓർ എ നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സ് processed or manufactured together as a single group, that is known as batch. അപ്പോൾ ഒരു സിംഗിൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത് ദാറ്റ് ഈസ് സിമിലർ പ്രൊഡക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അതിനെയാണ് ബാച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സിമിലർ പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് എ ബാച്ച്. ഓക്കെ, അപ്പോൾ ഓരോ ബാച്ചിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ബാച്ചിലും പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നതും സെപ്പറേറ്റ് ആണ്. അപ്പോൾ മറ്റുള്ള പോലെ തന്നെ ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് അസേർട്ടൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് അസേർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ദി ബാച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ എ ബാച്ച്. അപ്പോൾ കോസ്റ്റ് ആർ കളക്റ്റഡ് ഫോർ ദി ബാച്ച് ആസ് എ ഹോൾ. നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് അസേർട്ടൈൻഡ്. നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് അസേർട്ടൈൻ ചെയ്യുന്നത് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബാച്ച്, ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബാച്ച് ബൈ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് ബാച്ച്. അപ്പോൾ ആ ബാച്ചിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബാച്ച് എത്രയാണെന്നുള്ളതും അസേർട്ടൈൻ ചെയ്യുക. ദെൻ അതിനുശേഷം ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബാച്ചിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ബാച്ചായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് അസേർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഫാക്ടറീസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, പാക്ക്ഡ് ഫുഡ്സ്, ദെൻ വാച്ച് മാനുഫാക്ചറിങ്, ടോയ്സ്, കോസ്മെറ്റിക്സ്, ഇതിൻ്റെയൊക്കെ കേസിലാണ് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ process costing is suitable to industries where production is undertaken on mass scale and on continuous basis. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ബേസിസിൽ മാസ് സ്കെയിലിൽ, അതായത് ഒരുപാട് പ്രൊഡക്ട്സ് അറ്റ് എ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കേസിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് പാസ് ചെയ്യുന്നത് ത്രൂ 2 or more ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സിലൂടെ ആയിരിക്കും ബിഫോർ കംപ്ലീഷൻ. അപ്പോൾ കംപ്ലീഷന് മുമ്പായിട്ട് റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻപുട്സ് ആണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് പാസ് ചെയ്യുന്നത് ത്രൂ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ മാനുഫാക്ചറിങ് നടത്തിയിട്ടാണ്, അതായത് റോ മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് മാനുഫാക്ചറിങ് നടത്തുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയലിന് നമ്മൾ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ പ്രൊഡക്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദി ഇൻപുട്ട് ഫോർ ദി നെക്സ്റ്റ് പ്രോസസ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് പ്രോസസ്സിൻ്റെ എന്തായിട്ടാണ് മാറുന്നത്, ഇൻപുട്ടായിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ നമ്മൾ മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന ഏത് പ്രൊഡക്റ്റിൻ്റെ കേസിലും അപ്ലൈ ചെയ്യുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
Then under process costing, ഇപ്പോൾ process costingൽ separate account for each process is opened. ഓരോ സെപ്പറേറ്റ് പ്രോസസ്സിനും നമ്മൾ സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ പ്രോസസ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മൾ ആ പ്രോസസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഈസ് കാൽക്കുലേറ്റഡ്. ഓരോ സ്റ്റേജിലും ഓരോ പ്രോസസ്സിലും അതിൻ്റെ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. അപ്പോൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് സബ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് പാർട്സ്. അപ്പോൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് ആൻ ഓപ്പറേഷൻ. ഓരോ പാർട്ടിനെയും പറയുന്ന പേരാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എ സ്റ്റീൽ അൽമിറ ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓപ്പറേഷൻ സച്ച് ആസ് cutting a steel sheet, then welding the body, welding compartments, fixing the door and the handle and polishing. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ അൽമിറ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ സബ് ഡിവൈഡ് ചെയ്യാണ് ഇൻ ടു എ നമ്പർ ഓഫ് പാർട്സ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്യാണ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഷീറ്റ് കട്ട് ചെയ്യണത് ഒരു പാർട്ട്, ഒരു പ്രോസസ്സാണ്. വെൽഡിങ് ദി ബോഡി വേറൊരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ്സ് വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത് വേറൊരു പ്രോസസ്സാണ്. ഡോർ ഫിക്സ് ചെയ്യുന്നത് വേറൊരു പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷനിലൂടെയാണ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു കേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദി ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ ഓപ്പറേഷൻസിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ ദി ഇൻഡസ്ട്രീസ് വിച്ച് ആർ മാനുഫാക്ചർ ദി സ്റ്റാൻഡേർഡ് ഓർ ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ഫേംസാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പ്രോസസ്സിനെ, മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യാണ് ഇൻ ടു എ നമ്പർ ഓഫ് പാർട്സ്. ഓക്കെ, ദെൻ ഈ മെത്തേഡിനെ നമ്മൾ ഡീറ്റെയിൽഡ് പ്രോസസ് കോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് കേസ് എന്ന് പറയുന്നത് ടോയ് മേക്കിംഗ്, ലെതർ, എഞ്ചിനീയറിംഗ് ഗുഡ്സ് എക്സെട്രയാണ്. അതേപോലെ തന്നെ ഫോളോയിങ് ഇൻഡസ്ട്രീസിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓയിൽ ഡ്രില്ലിങ്, സിമെൻറ്റ് വർക്ക്സ്, ഇതിലൊക്കെ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സർവീസ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിംഗ് ആണ് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ആൻഡ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ടു ദി എൻ്റർപ്രൈസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻറ്ററിങ് സർവീസസ്. അപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻ്റർപ്രൈസസ് ആണ് സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ലൈക്ക് റെയിൽവേസ്, എയർവേസ്, ഹോസ്പിറ്റൽസ്, ഇലക്ട്രിസിറ്റി, ഹോട്ടൽസ് എക്സെട്ര. അപ്പോൾ ഇത്തരം ഫീൽഡിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന സർവീസസിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റിംഗ്. ദിസ് മെത്തേഡ് എയിംസ് അറ്റ് അസർട്ടൈനിങ് ദി കോസ്റ്റ് ഓഫ് സർവീസസ് റെൻറ്റഡ്. അപ്പോൾ എന്തൊക്കെ സർവീസാണോ റെൻറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് സർവീസ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് specific order costing, then operation costing, job order costing, contract costing, batch costing, process costing and service costing. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.